കുറച്ച് ക്ലാസിക് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാം. അങ്ങനെ തോന്നിപ്പിക്കാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു കാർഡ്ബോർഡിൽ ആവശ്യമുള്ളത്ര വലുപ്പത്തിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. ദെൻ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ചാർട്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ദെൻ കുറച്ച് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഉണ്ടാക്കുന്നതിന് പകരം സ്ട്രോ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. പിന്നെ ഇങ്ങനെ പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ റീഫില്ലർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ സൈസിന് കിട്ടും. അതായിരിക്കും കാണാൻ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവുക. എല്ലാം മിനി സൈസിൽ മതി. നമ്മുടെ സർക്കിളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ ഒരു പേപ്പർ റോൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ദെൻ ഇതിനെ ഓരോന്നായിട്ട് ഈ സർക്കിളിൻ്റെ ഒരറ്റത്ത് മാത്രം ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു ഹാങ്ങിങ് കുറച്ച് ക്യൂട്ടായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പേസ്റ്റൽ കളേഴ്സിൽ ചെയ്താൽ മതിയാവും. പിന്നെ ഈ പേപ്പർ റോൾസ് അല്ലെങ്കിൽ ഈ സ്ട്രോ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പല ലെങ്ത്തിൽ ഒട്ടിക്കാനായിട്ട് നോക്കുക. അതാണ് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. ദെൻ പുറത്തേക്ക് എൻലാർജ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്ട്രാ പാർട്ടില്ലേ, അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നല്ല അമർത്തി പിടിച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിച്ച പേപ്പർ റോൾസ് ഓരോന്നായിട്ട് പോരാനായിട്ട് തുടങ്ങും. എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഈ ഓരോ പേപ്പർ റോൾസിലേക്കും ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പേപ്പർ റോൾസിലും വെച്ച് കൊടുക്കാം. ബട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ത്രെഡും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട.